വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. നടൻ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് എന്നിവരുടെ വീടുകളിൽ കസ്റ്റംസിന്റെ പരിശോധന നടക്കുകയാണ്. രാജ്യവ്യാപകമായിട്ടുള്ള വാഹനക്കടത്തിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയുടെ മറ്റൊരു ഭാഗമായാണ് കൊച്ചിയിലെ ഇവരുടെ വീടുകളിലും ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസ്, നിലവിൽ ഈ രണ്ട് നടന്മാരുടെ വീടുകളിൽ മാത്രമാണോ പരിശോധന നടക്കുന്നത്? എന്തിന്റെ പേരിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പരിശോധന? കൂടുതൽ ആളുകളിലേക്ക് പരിശോധന നീങ്ങാൻ സാധ്യതയുണ്ടോ? എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതുല്യ, ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടന്മാരുടെ വീടുകളിലൊക്കെ തന്നെ പരിശോധന നടക്കുന്നത്. കൊച്ചിയിൽ ഇപ്പോൾ പൃഥ്വിരാജിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാന്റെ വീട്ടിലും ഒക്കെ തന്നെ പരിശോധനകൾ നടക്കുകയാണ്. കാറുകൾ വാങ്ങിയതിനെ സംബന്ധിച്ചുള്ള ചില ക്രമക്കേടുകൾ ഉണ്ടാകാമെന്നുള്ള ചില സൂചനകളും ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില അന്വേഷണ കണ്ടെത്തലുകളും ഒക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധന വ്യാപിപ്പിക്കാനുള്ള കാരണം എന്നുള്ളതും കൂടിയാണ് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. 30ഓളം ഇടങ്ങളിലൊക്കെ തന്നെ പരിശോധന നടക്കുന്നുണ്ട്. പ്രധാനമായും പറഞ്ഞാൽ രാജ്യവ്യാപകമായി പരിശോധന നടക്കുകയാണ് ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി. ഇതിനെ സംബന്ധിച്ച് ലഭിക്കുന്ന പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്, ഭൂട്ടാൻ സൈന്യം നിരവധി കാറുകൾ രാജ്യത്ത് പലയിടത്തുമായി വിറ്റിട്ടുണ്ട്. അതായത് ഭൂട്ടാൻ സൈന്യം വിറ്റ കാറുകൾ ഹിമാചൽ പ്രദേശ് രജിസ്റ്റർ ചെയ്ത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളുമായി വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ കാറുകളെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങളൊക്കെ തന്നെയാണ്, ഇതിനെ സംബന്ധിച്ചിട്ട് മുന്നോട്ട് നീങ്ങിയ നടപടികളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ നടന്മാരുടെ വീട്ടിലേക്കുള്ള പരിശോധനയ്ക്കൊക്കെ തന്നെ കാരണമായത് എന്നുള്ളതും കൂടിയാണ് ഈ ഒരു നിമിഷം നമുക്ക് വ്യക്തമാകുന്നത്. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന കേരളത്തിൽ കൊച്ചിയിൽ നടന്മാരുടെ വീടുകളിലൊക്കെ തന്നെ നടക്കുന്നത് എന്നുള്ളതും കൂടിയാണ്. ഇതിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതിലൊന്നാണ് ഇപ്പോൾ ഈ ഒരു ഭൂട്ടാൻ സൈന്യം വിറ്റഴിച്ച ഈ കാറുകൾ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് ഇത്തരത്തിൽ രാജ്യത്തൊട്ടാകെ വിൽക്കപ്പെട്ടിട്ടുണ്ട്. ആ വിൽക്കപ്പെട്ടതിൽ ചില ക്രമക്കേടുകളൊക്കെ ഉണ്ട് എന്നുള്ള തരത്തിലൊരു സൂചനയെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത് എന്നുള്ളതും കൂടി നമുക്ക് ഈ ഒരു നിമിഷം വ്യക്തമാകുന്നു. 30ഓളം ഇടങ്ങളിലുണ്ട്. ഇനിയും പരിശോധന കൂടുതൽ വ്യാപിപ്പിക്കുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായി വ്യക്തമല്ല. അന്വേഷണ സംഘത്തിൻ്റെ നടപടികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഇപ്പോഴും പരിശോധന നടക്കുകയാണ്. അതായത് മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും അധികം കാറുകളുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സിനിമാ നടന്മാർ എന്ന് പറയപ്പെടുന്നതാണ് ഈ ദുൽഖർ സൽമാനും ഒപ്പം തന്നെ പൃഥ്വിരാജ് സുകുമാരനും. ഇവരുടെ വീടുകളിലാണ് ഏറ്റവും പ്രധാനമായും റെയ്ഡുകൾ നടക്കുന്നത്. ദുൽഖർ സൽമാൻ വാങ്ങിയ നിസാൻ പെട്രോളിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ അന്വേഷണമൊക്കെ തന്നെ നടക്കുമെന്നുള്ളതും കൂടിയാണ്. അതിനെ സംബന്ധിച്ചൊക്കെയുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ നടത്തി വരുന്നത്. രാജ്യവ്യാപകമായി നടക്കുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ കസ്റ്റംസിൻ്റെ ഓപ്പറേഷൻ നുങ്കൂറിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത്. അതുല്യ, ശരി കാളിദാസ്, നടന്മാരായ പൃഥ്വിരാജ് അതുപോലെ തന്നെ ദുൽഖർ സൽമാൻ എന്നിവരുടെ വീട്ടിലിപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ട ഒരു സംശയത്തിന്റെ പേരിലാണ് ഈ പരിശോധന നടത്തുന്നത്. കസ്റ്റംസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. എന്തായാലും മറ്റ് വിവരങ്ങൾ, പ്രാഥമികമായിട്ടുള്ള വിശദാംശങ്ങൾ മാത്രമാണ്. ഇവയെല്ലാം തന്നെ മറ്റു വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. പ്രസാദ് കാളിദാസനാണ് നിലവിൽ വിവരങ്ങൾ നൽകിയത്.